5 പൈസയുടെ ചെലവില്ലാതെ ആഹാരം പാചകം ചെയ്യുന്ന ഗ്യാസ് ഞാൻ കാണിച്ചു തരാം. വേസ്റ്റ് നമ്മുടെ ഈ വീട്ടിലെ ഉള്ള ആവശ്യത്തിന്റെ വേസ്റ്റ് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ. വേറെ നമുക്ക് വേസ്റ്റ് ഇല്ല. കാശ് ചെലവില്ലാതെ 5 പൈസ ചെലവില്ലാതെ പാചകം ചെയ്യുന്ന ഒരു അമ്മയും മരുമോളും പരിചയപ്പെടാം. അവരുടെ അടുക്കളയും പരിചയപ്പെടാം അല്ലേ? പോയാലോ? തീർച്ചയായിട്ടും. വാ. ഗ്യാസിന് മുടിഞ്ഞ വിലയും വീട്ടിലെ മാലിന്യം കളയാനും മാർഗമില്ലാതെ വന്നതോടെയാണ് വീട്ടുകാർ ഈ പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടത്. രാവിലെ ഞങ്ങളെ 1 മണിക്കൂർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അപ്പം ഏതാണ്ട് തീരും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടുമുള്ള ആവശ്യത്തിനെയൊക്കെ ഇതിന്ന് വീണ്ടും ഇങ്ങനെ കിട്ടും. ഏകദേശം ഒരു ദിവസത്തേക്ക് നോക്കിയും കണ്ടും ചെയ്യാനാണെങ്കിൽ ബയോഗ്യാസ് കൊണ്ട് നമുക്കൊരു വീട് ദിവസം ഉപയോഗിക്കാം. കൃത്യമായ ഇടവേളകൾ കൊടുത്താൽ വീട്ടിലെ വേസ്റ്റിൽ നിന്നും മാത്രമുണ്ടാകുന്ന ബയോഗ്യാസിൽ നിന്നും പാചകം നടത്താൻ കഴിയുമെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിപ്പോൾ കുറച്ച് വർഷങ്ങളായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഒക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരു ദിവസത്തേക്ക് ഉള്ള ആവശ്യത്തിന് വേണ്ടി ഗ്യാസൊക്കെ നമ്മൾക്ക് ഇത് വെച്ച് കിട്ടുന്നുണ്ട്. ഒരു ദിവസത്തിൽ കളക്ട് ചെയ്യുന്ന വേസ്റ്റ് മൊത്തം ഒരു നേരമാണ് നമ്മൾ വൈകുന്നേരം ഇതിലേക്ക് ഒഴിക്കുന്നത്. മാവേലിക്കരയിലെ അഗ്രോ ബയോ എനർജി എന്ന കമ്പനിയിലെ വേറിട്ട ബയോഗ്യാസ് പ്ലാന്റ് ആണ് ഇവർ വീട്ടിൽ ടെറസിൽ സ്ഥാപിച്ചത്. നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ട്രഡീഷണൽ മാർക്കറ്റിലുള്ള ബയോഗ്യാസ് പ്ലാന്റിനെ അപേക്ഷിച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ബയോഗ്യാസ് പ്ലാന്റാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. ഒട്ടുമിക്ക വീടുകളിലും സ്ഥലപരിമിതി വലിയൊരു പ്രശ്നമാണ്. എല്ലാവർക്കും 3 സെൻറ്റ് 4 സെൻറ്റ് 5 സെൻറ്റ് അങ്ങനെയൊക്കെയുള്ള, പ്രത്യേകിച്ച് സിറ്റി ഏരിയയിലൊക്കെ ആണെങ്കിൽ 5 സെൻറ്റ് 6 സെൻറ്റിനകത്തുള്ള വീടുകളാണ്. അവർക്ക് അവരുടേതായ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്, ഫുഡ് വേസ്റ്റ് കളയുന്നതിന് യാതൊരു വിധത്തിലുള്ള മാർഗ്ഗങ്ങളുമില്ല. അതിന് ഏറ്റവും നല്ല ഒരു അഭികാമ്യമായ ഒരു ഉപകരണമാണ് ബയോഗ്യാസ് പ്ലാന്റ്. ഒരു കൊതുകിന് പോലും ഇടം നൽകാത്ത അതിനൂതന ബയോഗ്യാസ് പ്ലാന്റാണ് ഈ കമ്പനി നിർമ്മിച്ച് ആവശ്യക്കാരുടെ വീട്ടിൽ എത്തിക്കുന്നത്. ഈ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇന്നും മാർക്കറ്റിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ടെങ്കിലും ഈ ഒരു പ്ലാന്റിനെ അപേക്ഷിച്ച് ഇതിനകത്ത് ഇത് ഫുൾ കൺസീൽഡ് ടൈപ്പാണ്, ഫുൾ സീൽഡാണ്. അപ്പോൾ അത് കാരണം ഇതിനകത്തേക്ക് ഒരു വിധത്തിലുള്ള കൊതുകുകൾ കയറാനോ പ്രാണികൾ കയറാനോ ഒന്നും സ്ഥലമില്ല. അത് കാരണം കൊതുകിൻ്റെ ശല്യമൊന്നും ഉണ്ടാകുന്നില്ല ഇതിനകത്തൊന്നും. അംഗങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് പ്ലാന്റ് നിർണ്ണയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള ബയോഗ്യാസ് പ്ലാന്റ് തന്നെ തിരഞ്ഞെടുക്കണമെന്ന് ജീബു പറയുന്നു. പലതരത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകളുണ്ട്. വീട്ടിലെ ആളുകളുടെ എണ്ണം, വേസ്റ്റിൻ്റെ അളവ്, ഇതിനെ അനുസരിച്ചാണ് നമ്മൾ ഓരോ കസ്റ്റമറിനും പ്ലാന്റുകൾ നൽകുന്നത്. ഇന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്നതിൽ വീടുകൾക്ക് ആവശ്യമായ 4 തരത്തിലുള്ള പ്ലാന്റുകൾ ചെയ്യുന്നുണ്ട്. ഒന്നാമതായി പല വീടുകളിലും അംഗസംഖ്യ കുറവുള്ള വീടുകളാണ്. 2 പേര് 3 പേര് ഒക്കെയുള്ള വീടുകളാണ് സാധാരണ വരുന്നത്. അവർക്ക് നമ്മൾ കൂടുതലും നിർദ്ദേശിക്കുന്നത് ഈ ഒരു തരത്തിലുള്ള പ്ലാന്റാണ്. ഇത് ഏകദേശം 500 ലിറ്ററോളം കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആണെങ്കിലും ഇതിനകത്ത് ഒരു 1.5 കിലോ വേസ്റ്റ് മുതൽ 2 കിലോ സോളിഡ് വേസ്റ്റ് ഇടാനൊക്കും. അപ്പോൾ പറയുകയാണെങ്കിൽ 2 കിലോ സോളിഡ് വേസ്റ്റും 2 കിലോ ലിക്വിഡ് വേസ്റ്റും വെള്ളവും ഉപയോഗിക്കാവുന്ന ഒരു പ്ലാന്റാണ്. 3 പേര് 4 പേരുള്ള കുടുംബത്തിലേക്ക് ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് ഇത്. ഏകദേശം 1 മണിക്കൂറോളം 45 മിനിറ്റ് തൊട്ട് 1 മണിക്കൂറോളം ഗ്യാസും കിട്ടുന്ന ഒരു പ്ലാന്റാണ്. ഇത് ആൾക്കാർ വേസ്റ്റ് ഇടുന്നത് ഇതൊരു ഇതെല്ലാം നമുക്ക് ഊരി മാറ്റാവുന്ന ഓരോ പാർട്സുകളാണ്. ഇതിൻ്റെ ഫണൽ, ഈ അടപ്പ് തുറക്കുക, ഇതിലേക്ക് നമുക്ക് വേസ്റ്റും വെള്ളവും കൂടി ഒഴിക്കുക, ഇത് അടച്ച് വെക്കുക. ഇതാണ് മാത്രം ചെയ്യേണ്ടത്. ഇത് ഏകദേശം പല വീടുകളിലും 4 പേര് 5 പേര് 6 പേരുള്ള അംഗസംഖ്യകളുള്ള വീടുകളുണ്ട്. ആ വീട്ടിലേക്കൊക്കെ ഏറ്റവും പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഏകദേശം 1000 ലിറ്ററോളം കപ്പാസിറ്റി ഉള്ള പ്ലാന്റാണ്. 4 കിലോ വേസ്റ്റ് മുതൽ 5 കിലോ വരെ സോളിഡ് വേസ്റ്റും അത്രയും തന്നെ വെള്ളം ഉപയോഗിക്കാം. ഏകദേശം 10 കിലോളം മൊത്തത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാന്റാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഞങ്ങളുടെ കണക്കും പ്രകാരം ഏകദേശം 30,000-ലധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ് ഇത്. പല വീടുകളിലും ഒരു 7 പേര് 8 പേര് ഒക്കെ ഉള്ള വീടുകളുണ്ടാകാം. ചില വീട്ടിൽ 5 പേരെ ഉള്ളെങ്കിലും ചില വീട്ടിൽ ഫുഡ് വേസ്റ്റ് കൂടുതലുള്ള വീടുകളുണ്ടാകാം. അവർക്ക് പലതരത്തിലുള്ള അവരുടെ പറമ്പിൽ നിന്നുള്ള ചക്ക, മാങ്ങ അങ്ങനെയുള്ള വേസ്റ്റുകൾ, അല്ലെങ്കിൽ റബ്ബർ ഷീറ്റിൻ്റെ വെള്ളം അങ്ങനെയൊക്കെ കൂടുതലുള്ള വീടുകളുണ്ടാകാം. ആ വീട്ടിലേക്ക് ഏറ്റവും പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഏകദേശം 7 കിലോ സോളിഡ് വേസ്റ്റും 7 കിലോ വെള്ളം ഉപയോഗിക്കാവുന്ന ഒരു പ്ലാന്റാണ്. ഏകദേശം 1200 ലിറ്ററിൽ കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റാണ്. 2 മണിക്കൂർ 2.5 മണിക്കൂർ കൂടുതൽ ഗ്യാസ് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല പ്ലാന്റുകളാണ്. ഇതാണ് എൻ്റെ വീട്ടിൽ പോലും ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു പ്ലാന്റാണ് ഇത്. കംപ്ലീറ്റ് ആയില്ല, അതിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. ഇതാണ് ഇത്. ഒരു ദിവസം 10 കിലോ സോളിഡ് വേസ്റ്റും 10 കിലോ വെള്ളം ഉപയോഗിക്കാവുന്ന ഒരു പ്ലാന്റാണ്.
സാധാരണ ചെറിയ ഹോസ്റ്റലുകളെ, ഒരു 10 പേരുള്ള അംഗസംഖ്യകളൊക്കെ കൂടുതലുള്ള വീടുകളെ, കുറച്ച് അതിഥി തൊഴിലാളികളെ താമസിക്കുന്ന വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാന്റ് നിക്ഷേപിക്കാം. 10 കിലോ വേസ്റ്റും 10 കിലോ വെള്ളം ഉപയോഗിക്കാവുന്ന പ്ലാന്റാണ്. ഏകദേശം 1500 ലിറ്ററോളം കപ്പാസിറ്റി ഉള്ളൊരു പ്ലാന്റാണ്. നല്ല പ്ലാന്റാണ്. ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് അഗ്രോ ബയോ എനർജിയുടെ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണം. അതുകൊണ്ട് തന്നെ ഈട് നിൽക്കുമെന്ന് ഉറപ്പ്. ഈ പ്ലാന്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് ഫുള്ള് ഫൈബർ ഗ്ലാസ്സിൽ നിർമ്മിച്ചേക്കുന്നതാണ്. ഇതിനകത്ത് ഇരുമ്പ് ഐറ്റങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനമേ ഇതിനകത്തില്ല. അതിനകത്ത് ഇളക്കി കൊടുക്കാനുള്ള ലിവറോ അങ്ങനെയുള്ള ഒന്നും ഇരുമ്പ് പരമായുള്ള യാതൊരൊന്നും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഫുള്ള് ഫൈബർ ഗ്ലാസും PVC മാത്രമേ ഉള്ളൂ. ഈ പ്ലാന്റ് ഏകദേശം ഞങ്ങൾ ഇപ്പം മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 15 വർഷത്തോളം ആകുന്നു. ഇതുവരെ ഒരു പ്ലാന്റുകൾക്കും കംപ്ലൈൻറ്റുകൾ വന്നിട്ടില്ല. അതായത് പൊട്ടിപ്പോവുകയോ ഒടിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തിനായാലും ഇതിനൊരു ലൈഫ് ഒരു 20-25 വർഷം ഈ പ്ലാന്റ് ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്തോളും. വീട്ടിൽ വെറുതെ വെച്ചിട്ട് പോവുകയല്ല ഇവർ. കൃത്യസമയത്ത് ആവശ്യപ്പെട്ടും അല്ലാതെയും സർവീസും ഉറപ്പു തരുന്നുണ്ട് ഇവർ. ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ ഇതിന് കംപ്ലൈൻറ്റുകൾ വളരെ കുറവാണ്. പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ ഒരു 3 വർഷം കൂടിയിരിക്കുമ്പോഴും ഇതൊന്ന് സർവീസ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് അടിഞ്ഞുകൂടുന്ന നമ്മളിടുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ എല്ലാ സാധനങ്ങളും അഴുകി മാറണമെന്നില്ല. അതിനകത്ത് ഫൈബർ ഐറ്റങ്ങൾ, നാരുകൾ, അങ്ങനെയുള്ള ഒത്തിരി ഐറ്റങ്ങളുണ്ട്. ഇത് നമ്മളൊരു 3 വർഷം കൂടിയിരിക്കുമ്പോഴേ ഇതിനകത്തു നിന്നുള്ള അഴുക്കുകളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും ഇതിനകത്തേക്ക് ചാണകം നിറയ്ക്കുകയും ഇതിൻ്റെ വാൽവുകളും കാര്യങ്ങളും എല്ലാം മാറ്റി 3 വർഷം കൂടുമ്പോൾ സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കാരണം ഒരു വീട്ടിലുള്ള പ്ലാന്റുകളും കേടായിട്ടിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നേയില്ല. ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുന്ന മാലിന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ. ഇതിനകത്ത് ഇടേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ രാവിലെ തൊട്ടുണ്ടാകുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ, അഴുകിപ്പോകുന്ന എല്ലാ ഐറ്റങ്ങളും നമുക്ക് ഇതിനകത്ത് നിക്ഷേപിക്കാം. ഉദാഹരണം, വീട്ടിൽ രാവിലെ ഉണ്ടാകുന്ന കഞ്ഞിവെള്ളം, അരി കഴുകുന്ന വെള്ളം, പച്ചക്കറിയുടെ വേസ്റ്റ്, പച്ചക്കറിയുടെ ബാലൻസ്, നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാലൻസ്, ഉച്ചയ്ക്ക് കഴിക്കുന്നതിൻ്റെ ഭക്ഷണാവശിഷ്ടം, പഴത്തൊലികളെ, അങ്ങനെ ഫ്രൂട്ട്സ്, ചക്ക, മാങ്ങ, അങ്ങനെ അഴുകി പോകുന്ന എല്ലാ ഐറ്റങ്ങളും നമുക്ക് ഇതിനകത്ത് നിക്ഷേപിക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് നിക്ഷേപിക്കാൻ പാടില്ലാത്തത് പ്ലാസ്റ്റിക്, പേപ്പറ്, കരിയില, സോപ്പ് കലർന്ന വെള്ളം, ചാരം, ചിരട്ട, തൊണ്ട, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിനകത്ത്. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് ഇപ്പം 6 കിലോ 7 കിലോ വേസ്റ്റ് ഇടാവുന്ന ഒരു പ്ലാന്റാണ്. ഇതിനകത്ത് 6 കിലോ 7 കിലോ വേസ്റ്റ് വരെ ഇടാവുന്നേ ഒക്കത്തുള്ളൂ. അതിനപ്പുറം 7 കിലോയ്ക്ക് പകരം ഇതിനകത്ത് 10 കിലോയും 12 കിലോ ഒക്കെ കൊണ്ടുവന്നാൽ ഈ പ്ലാന്റ് കംപ്ലൈൻ്റ് ആയി പോകാൻ സാധ്യത. വീട്ടിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും ചെറു പച്ചക്കറി കൃഷിയുമെല്ലാം ഗംഭീരമാകുന്നത് ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും കിട്ടുന്ന സ്ലറി എന്ന ജൈവവളം ഉപയോഗിച്ചാണ്. ഇത് ബയോഗ്യാസിൻ്റെ ഈ സ്ലറി വരുന്നത് മേളിലാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമുക്ക് സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഈ താഴോട്ട് വെച്ചത്. ഇതുകൊണ്ടാണ് ഞാൻ ഈ ചെടിക്കെല്ലാം ഉപയോഗിക്കുന്ന വളം, ഈ സ്ലറി ഉപയോഗിച്ച്. അപ്പം വേസ്റ്റ് നമ്മുടെ ഈ വീട്ടിലെ ഉള്ള ആവശ്യത്തിൻ്റെ വേസ്റ്റ് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ, വേറെ നമുക്ക് വേസ്റ്റ് ഇല്ല. എത്ര സ്ലറി നമ്മൾ എടുക്കുന്ന അത്ര തന്നെ വെള്ളം നമ്മൾ അതിൽ മിക്സ് ചെയ്യണം. ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെടികൾക്ക് ഇത് ഒഴിക്കണം. ഇനി ഇതിന്റെ വിലവിവരം അറിയാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും അല്ലേ? വീട്ടിലെ ആളുകളുടെ അംഗസംഖ്യ അനുസരിച്ചാണ് പ്ലാന്റിൻ്റെ വില വരുന്നത്. എന്നിരുന്നാലും നമ്മൾ സാധാരണ നമ്മുടെ ചുറ്റുപാടുകൾ ഒരു 100 കിലോമീറ്റർ ചുറ്റളവിൽ 21,500 രൂപ മുതൽ തുടങ്ങുന്ന പ്ലാന്റുകളുണ്ട്. അത് മൊത്തം ചിലവാണ് അതിൻ്റെ. അതായത് ഇതിനകത്ത് GST ഉൾപ്പെടെ, അത് നമ്മുടെ ട്രാൻസ്പോർട്ടിങ്ങും അതിൻ്റെ പിന്നെ ലേബർ ചാർജും വാഹന കോസ്റ്റും എല്ലാം ഉൾപ്പെടെയാണ് 21,500 രൂപ മുതൽ തുടങ്ങുന്ന പ്ലാന്റുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. സാക്ഷാൽ നമുക്കെല്ലാം പ്രിയപ്പെട്ട മമ്മൂട്ടിയുടെ വീട്ടിൽ വരെ ജീബുവിൻ്റെ ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇപ്പോൾ നല്ല ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 2 പ്രയോജനങ്ങളാണ് ഞാൻ കണ്ടത്. ഒന്ന്, ഇവിടെ ഇരിക്കുന്ന ഈ പ്രദേശം തന്നെ കാണാൻ പറയാം, ഇത് ഷൂട്ടിന് വേണ്ടിയിട്ട് ക്രമീകരിച്ചേക്കുന്ന ഒരു വീടല്ല, ഇവർ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പൂച്ചെടികളൊക്കെയാണ് കാണുന്നത്. ഏറ്റവും വൃത്തിയുള്ളൊരു സ്ഥലം, വൃത്തിഹീനമായൊരു സ്ഥലം, ഏറ്റവും വൃത്തിയുള്ളൊരു സ്ഥലമാണ് ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇരിക്കുന്ന ഈ പ്രദേശം. ഇപ്പോൾ നമ്മളൊരു ഫ്ലാറ്റിലോ അല്ലെങ്കിൽ ഒരു ചെറിയ വീട്ടിലോ അല്ലെങ്കിൽ 1.5 സെൻറ്റിലെ വീട്ടിലാണെങ്കിൽ 1 സെൻറ്റിലെ വീട്ടിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ബയോഗ്യാസ് പ്ലാന്റാണ്. പ്രത്യേകിച്ച് ഒരു ആലപ്പുഴക്കാരാണ്, ഏറ്റവും കൂടുതൽ കൊതുകടി ശല്യമുള്ള ഒരു നാടാണ് ആലപ്പുഴ. ഇവിടെ കണ്ടിട്ട് നമുക്ക് ഏറ്റവും ഒരു രീതിയിലും ഇതിൻ്റെ കൺസീലിംഗ് ഗംഭീരമായതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഒരു കൊതുകടിയുടെ ശല്യമോ കൊതുകിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള ഗ്യാസ് കിട്ടും. 2, നമ്മുടെ പൂച്ചെടികളോ പച്ചക്കറികളോ എന്തും ആയിക്കോട്ടെ അതിനുള്ള ഗംഭീര ജൈവ വളമാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷിക്കാവുന്നൊരു സാധനമാണ്. അതുമാത്രമല്ല ഇതിൻ്റെ ലൈഫ് ഒരു 10-25 വർഷം കണ്ണുപൂട്ടി നമുക്കിത് മേടിക്കാം. കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇത് ഗംഭീരമായിട്ട് നമുക്ക് ഗ്യാസ് തരും, വളം തരും. നമ്മുടെ വീടിന് എന്താ പറയുക, നല്ല ഭംഗി ഉണ്ടാക്കുന്ന പൂച്ചെടികൾക്കുള്ള ഏറ്റവും വലിയ വളമായിട്ട് മാറുകയും ചെയ്യും.